സബ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് മാങ്കാവിലാണ്. ഇവിടെ സുഹ്റാബി പാരമ്പര്യ ചികിത്സാ കേന്ദ്രത്തിലാണ് ഞാനുള്ളത്. സുഹ്റാബി മകൻ സർജാസും സുഹ്റാബി കഴിഞ്ഞ 30 വർഷമായി പാരമ്പര്യ ചികിത്സയിൽ മുന്നോട്ട് പോവുകയാണ്. അർസർ, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സ തേടി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇവിടെ ആളുകൾ എത്തുന്നുണ്ട്. മകൻ സർജാസും പാരമ്പര്യ വൈദ്യ ചികിത്സയുമായി മുന്നോട്ട് പോവുകയാണ്. ഇവ രണ്ടുപേരുടെയും വിശേഷങ്ങളാണ് ഇന്ന് സബ് ന്യൂസ് പ്രേക്ഷകർക്ക് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായി ഈ പാരമ്പര്യ ചികിത്സയുമായി മുന്നോട്ട് പോകുന്നു. അതെ അതെ. ഇപ്പോൾ ഈ ഫിഷർ, ഫിസ്റ്റുല തുടങ്ങിയ രോഗങ്ങൾക്കാണ് ഇവിടെ ആളുകൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ഭക്ഷണത്തിൻ്റെയൊക്കെ പാകപ്പിഴവ് കൊണ്ടാണ് ധാരാളമായി ഈ ഇത്തരം രോഗങ്ങൾ വരുന്നത്. ഭക്ഷണം കൺട്രോൾ ചെയ്യണം. നമ്മുടെ ഭക്ഷണശീലത്തിൽ നല്ലൊരു മാറ്റം വരുത്തണം എന്നാണ് പറയുന്നത്. മാറ്റം വരുത്തിയാല് പൊതുവെ നമുക്ക് ഭക്ഷണം നല്ലോണം നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുക. നാളികേരം നമ്മൾ സ്വയം കടയിൽ വാങ്ങാതെ സ്വയം ആട്ടിയിട്ട് കൊപ്പരാക്കി ആട്ടിയിട്ട് നല്ല വെളിച്ചെണ്ണ വേറെ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഭക്ഷണം കൺട്രോൾ ചെയ്യുക. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് പ്രതിവിധായി കൊടുക്കുന്നത് നാട്ടു ചികിത്സ പാരമ്പര്യ ചികിത്സയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ ഇതിന്റെ മുന്നിൽ കാണുന്നത് ഈ നാട്ടു ചികിത്സ ഇതുപോലെ ഈ ഇലകളാണ് അരച്ചിട്ട് അവർക്ക് നേരത്തെ പറഞ്ഞല്ലോ. ഇതിന്റെ പേരെന്തായിരുന്നു? കസിതുമ്പ, പിന്നെ നാഗവെറ്റില, ഇങ്ങനെ തൊട്ടാവാടി, ഇതൊക്കെയാണ് വെച്ചു കൊടുക്കുന്നത്. തികച്ചും പാരമ്പര്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് പോകുന്നവർക്ക് പുളിങ്കൂരി, നമ്മൾ പുളിയുടെ കുരു അത് ശരിക്ക് വറുത്തിട്ട് അത് പൊടിച്ചിട്ട് അത് കഴിക്കാൻ പറയും. രോഗികൾ ദിവസേന വരുന്നവരുണ്ട് അല്ലേ? വരുന്നവരുണ്ട്, ഡെയിലി വരുന്നവരുണ്ട്. കാരണം ഇത് ഡെയിലി വെച്ചിട്ടില്ലെങ്കിൽ, മരുന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾ അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഡെയിലി അവയ്ക്ക്. ഇത് കൂടാതെ നിങ്ങള് വടകരയിലുണ്ടോ? വടകരയിൽ സമുദ്രയിലുണ്ട്. ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടാവും. ശനിയാഴ്ച ദിവസങ്ങളിൽ അവിടെ ഉണ്ട്. ഈ രോഗി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ രോഗികൾ വരാറുണ്ട്. ദുബായിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ദുബായിൽ നിന്ന് വരാറുണ്ട്. അതുപോലെ പല ആളുകൾ കാസർഗോഡ്. ഇതെല്ലാം നിങ്ങൾ രോഗികൾക്ക് ഇവിടെ തന്നെ നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. അവരോട് പറയും കുറച്ച് ദിവസം കൺട്രോൾ ചെയ്ത് വെള്ളത്തിൽ ഇരിക്കാൻ പറയും, ഞങ്ങൾ ചുടുവെള്ളം ഉപയോഗിക്കാൻ പറയും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഇപ്പൊ തൽക്കാലം മാറ്റി വെക്കണം എന്ന് പറയും. രോഗികളെ പിന്നാലെ പോകാൻ പറ്റില്ലല്ലോ. കാരണം എന്താ കഴിക്കുന്നത് ഇതാക്കുന്ന ഒന്നും അറിയാൻ പറ്റില്ല. ചികിത്സ കൊടുക്കുന്ന നല്ലത് ചികിത്സ കൊടുത്താൽ അതെ, ഞങ്ങള് അത് നല്ല രീതിയിൽ അത് അവരോട് കൺട്രോൾ ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഇന്ന മെനു കൊടുക്കും. കാരണം ഭക്ഷണം നിങ്ങൾ അത് കഴിക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഒരുവിധ ആൾക്കാരൊക്കെ നല്ലോണം അതുപോലെ പ്രവർത്തിച്ചു വരും. കഴിയുന്നത് അവര് ഭക്ഷണം നിയന്ത്രിക്കാന്നുള്ളതാണ്. അതാണ് കഴിയുന്ന. മകൻ സർജാസ് ആണ് എന്നോടൊപ്പം ഉള്ളത്. സർജാസ് ഈ പാരമ്പര്യ ചികിത്സയിൽ ഉമ്മയോടൊപ്പം പ്രവർത്തിക്കുകയാണ്. സർജാസിനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഈ തികച്ചും നാട്ടുവൈദ്യങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ? അതെ, എന്തെല്ലാമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്? ഇതിലിപ്പോ നമ്മള് സിംഗപ്പൂർ ഡേസി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതാണ് കാര്യമായിട്ട് പൈൽസ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഫിസ്റ്റുലക്കും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മള് പൊതുവെ ലൈംഗിക രോഗങ്ങൾക്കും കൂടി ചികിത്സിക്കുന്നുണ്ട്. പിന്നെ അതെ, അതൊക്കെ രോഗം എന്താന്ന് തിരിച്ചറിഞ്ഞ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരും. ഉത്തേജകക്കുറവൊക്കെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാറുണ്ട്. അപ്പോൾ പക്ഷെ എന്തുകൊണ്ടാണ് തിരിച്ചറിഞ്ഞത്? ചിലപ്പോൾ ഷുഗർ പേഷ്യന്റിലൊക്കെ ഇത് പൊതുവെ കാണുന്നുണ്ട്. പിന്നെ അതാണെങ്കിൽ അതിനനുസരിച്ച് ഷുഗർ കുറക്കുന്ന മരുന്നുകളൊക്കെ എല്ലാം കൊടുത്തിട്ടാണ് അതാണ് ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള നാഡീവ്യൂഹ സംബന്ധമായ കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ അതൊക്കെ തിരിച്ചറിഞ്ഞ് രോഗിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം നിങ്ങൾ രോഗിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഈ മരുന്ന് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അതെ, സെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊറിയറായിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ ബുദ്ധിമുട്ട് വരുന്നത് വെച്ചാൽ അവരും കറക്റ്റ് മരുന്ന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീട് നമ്മുടെ സ്ഥാപനത്തിന് കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് മരുന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ പ്രത്യേകിച്ച് ഇത് ആന്തരിക രോഗമായതുകൊണ്ട് അത് അവർക്ക് അവിടെ കറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഡയറക്റ്റ് ചെയ്തു കൊടുക്കുമ്പോൾ അതിന്റെ എല്ലാ പൊസിഷനിൽ എത്തിച്ചു കൊടുത്തിട്ട് അതിന്റെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് വീണ്ടും മരുന്ന് വെച്ചു കൊടുക്കുന്നത്. ഈ മരുന്നുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മരുന്നുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് പേഷ്യന്റിന് ഇതന്നെ കാര്യമായിട്ടുള്ളത് പേഷ്യന്റ് എന്താണോ കൃത്യമായിട്ട് ആദ്യം അസുഖത്തിന്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ പൊതുവെ ഇപ്പോൾ ഒരു മെയിൻ തെറ്റിദ്ധാരണകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും ഈ യൂട്യൂബിലും കാര്യത്തിലൊക്കെ മരുന്ന് പറയും, നാട്ടുവൈദ്യം എന്ന് പറഞ്ഞിട്ട് പറയും. അതൊക്കെ അവരവിടുന്ന് ഇവിടുന്ന് കേട്ടറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ.
നാട്ടുവൈദ്യത്തിൽ ഒരുപാട് മരുന്നുകളുണ്ട്. പക്ഷെ ആ മരുന്നുകളൊക്കെ ആ രോഗത്തിനനുസരിച്ചല്ല കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഫലമായിരിക്കും കിട്ടില്ല. അത് തിരിച്ച് വേറെ രീതിയിലായിരിക്കും. അത് നമ്മളെന്താ പറയാ, പരിചയസമ്പത്താണല്ലോ ഇതിൽ ഏറ്റവും വലുത്. നമ്മളിപ്പോ ഉമ്മന്റെ അടുത്തൊന്നും പഠിച്ചത് കൊണ്ടാണ് നമുക്ക് ആ അറിവ് കിട്ടുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് ഈ മരുന്ന് നിർമ്മാണത്തിൽ ഉപ്പയുടെ കൃത്യമായ നിർദ്ദേശം ഉണ്ടാവും കറക്റ്റ് ആയിട്ട്. ഏതായാലും ഇത്രയും നേരം സബ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിവരങ്ങൾ കൃത്യമായി പറഞ്ഞത് വളരെ